Good morning. Okay. Class week കൂടി ഉള്ളൂ അല്ലേ? റിവിഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നോ? എക്സാം എന്നാണെന്ന് അറിയോ? 4-ാം തീയതിയാണ് അല്ലേ? ടൈം ടേബിൾ കിട്ടിയില്ലേ നിങ്ങൾക്ക്? ഓക്കെ, പഠിച്ചു തുടങ്ങാം കേട്ടോ. ഓരോ കാര്യങ്ങളും പഠിച്ചു തുടങ്ങാം. നമ്മുടെ പോർഷനും കൂടി ഉള്ളു അല്ലെ കംപ്ലീറ്റ് ആവാനായിട്ട്. പോർഷനും കൂടി ഉള്ളു. ജസ്റ്റ് ഒരു 4 പേജ്. മിസ് ഇന്നെടുത്ത് തീർന്നില്ല എന്നുണ്ടെങ്കിൽ വെള്ളിയാഴ്ചയും മിസ്സായിരിക്കും കേട്ടോ. അത് കംപ്ലീറ്റ് ആണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് നോക്കാം. റോൾ ഓർ ഫങ്ഷൻസ് ഓഫ് ട്രേഡ് യൂണിയൻസ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. മിലിറ്റന്റ് ഫങ്ഷൻ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് അല്ലെ, ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് ചെയ്യാം. മിലിറ്റന്റ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? It refers to the various activities that are undertaken by trade unions for their members' better economic future and collective working class conditions in their employment. Such activities have following main aims. അതായത് മിലിറ്റന്റ് ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ട്രേഡ് യൂണിയനുകൾ അതിലെ അംഗങ്ങളുടെ മെച്ചപ്പെട്ട സാമ്പത്തിക ഭാവിക്കും അവരുടെ തൊഴിൽ അനുകൂലമായിട്ടുള്ള തൊഴിൽ സാഹചര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഏറ്റെടുക്കുന്ന വിവിധ പ്രവർത്തനങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ഏതൊക്കെയാണ്? അവരുടെ ഭാവിക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ അവരുടെ അനുകൂലമായിട്ട് അവരെ ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് അനുകൂലമായിട്ട് ഉള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. To ensure increase the wage and better workplace conditions. അല്ലെ, ഓരോ എംപ്ലോയീസും ആഗ്രഹിക്കുന്നത് എന്താണ്? വേജ് കിട്ടണം, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള അല്ലെങ്കിൽ നല്ലൊരു പെർസെന്റേജ് ഓഫ് വേജസ് സാലറി നമ്മുടെ ഓർഗനൈസേഷനിൽ നിന്ന് കിട്ടണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അല്ലെ. അവരുടെ വേജ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻ അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. ഇപ്പൊ ഡിസാറ്റിസ്ഫൈഡ് ഒക്കെ ആണെങ്കിൽ അവർക്ക് വർക്കുകൾ ചെയ്യാനായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അവിടെ നിലനിന്ന് പോവാനായിട്ടും ആയാലും അവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഒരു നല്ലൊരു വർക്കിംഗ് എൻവയോൺമെന്റ് ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ വരാനായിട്ടും അതുപോലെ തന്നെ ആബ്സെന്റ് ആവുന്നത് കുറയും. അതുപോലെ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അവർക്ക് താല്പര്യം ഉണ്ടാവും അല്ലെ. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള വർക്കിംഗ് കണ്ടീഷൻ അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. ടു increase the stature of employees in the industries. Okay, ഇവിടെ പറയുന്നത് എന്താണ്? ഇൻഡസ്ട്രിയൽ ജീവനക്കാരുടെ നിലവാരങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക. ഓക്കെ, അവരെ ഉയർത്താനായിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങള്, അവരുടെ നിലവാരം നമുക്ക് എങ്ങനെയാണ് അവർ ഉയർത്തിക്കൊണ്ട് വരാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കാനായിട്ട് ട്രേഡ് യൂണിയനുകളെ സഹായിക്കുന്നുണ്ട്. പിന്നെ എന്താണ്? To safeguard the workers against the victimization and injustice. അതായത് എന്താണ് അവിടെ പറയുന്നത്? ഈ വിക്ടിമൈസേഷനും അതുപോലെ തന്നെ ഇൻജസ്റ്റിസിൽ നിന്നൊക്കെ എംപ്ലോയീസിനെ സംരക്ഷിക്കുക. അതാണ് എന്താണ് ഈ ട്രേഡ് യൂണിയനുകൾ ചെയ്യുന്നത് അല്ലെ. ഓരോരുത്തരും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ട്രേഡ് യൂണിയനുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്കേഴ്സിന്റെ ഒരു ടുഗെദർനെസ് ആണ് അല്ലെ. ടുഗെദർ ആയിട്ട് അവര് ഒരു കൂട്ടമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അതിൽ നടക്കുന്നത്. അപ്പൊ വർക്കേഴ്സിനെ സംരക്ഷിക്കുക, അവരെ സപ്പോർട്ട് ചെയ്യുക, അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള ഒരു ഇതാണ് എന്ത് ട്രേഡ് യൂണിയനുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലെ. അപ്പൊ അവർക്ക് അവരുടെ കാര്യങ്ങളെല്ലാം അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവർക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഈ ട്രേഡ് യൂണിയനുകള് വളരെ സപ്പോർട്ടീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോ മിലിറ്റന്റ് ഫങ്ഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതൊക്കെയാണ്. ജസ്റ്റ് ഓർത്ത് വെക്കാം ഏതൊക്കെയാണ്. ടു എൻഷുർ വേജസ്, അവരുടെ വേജസ്, അതുപോലെ തന്നെ അവർക്ക് നല്ലൊരു വർക്കിംഗ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ അവരെ നല്ല രീതിയിലൊരു എംപ്ലോയീസ് ആയിട്ടല്ല അവിടെ ഒരു നിലവാരം ഉയർത്തിക്കൊണ്ട് വരാനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ വിക്ടിമൈസേഷൻ ആൻഡ് ഇൻജസ്റ്റിസിൽ നിന്നൊക്കെ സംരക്ഷിക്കുക. ഇനി എന്താണ്? ഫ്രക്റ്റൈനൽ ഫങ്ഷൻ. ഫ്രക്റ്റൈനൽ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സാഹോദര്യപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ. സാഹോദര്യപരമായ എന്നൊക്കെയാണ് അതിന്റെ മീനിങ് വരുന്നത്. നോക്കാം. These are another type of activities which are taken up by this union in order to help its members in enhancing their
efficiency and at the time when they are in need. This union make effort to promote cooperation and enhance cordial relations among industries. They also impart education and culture to their members. എന്താണ് ഫ്രക്ടേണൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അംഗങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും അവർക്ക് ആവശ്യമുള്ള സമയത്ത് അവരെ സഹായിക്കുന്നതിനുമായിട്ട് ഈ ഫ്രക്ടേണൽ അല്ലെങ്കിൽ ട്രേഡ് യൂണിയനുകൾ, ഫ്രക്ടേണൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാഹോദര്യപരമായിട്ടുള്ള അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ അവരെ സഹായിക്കുക, അവരുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഏത് സമയത്തും എന്താവശ്യം വന്നിട്ടുണ്ടെങ്കിലും അവരെ സഹായിക്കാനായിട്ടാണ് ഓരോ ട്രേഡ് യൂണിയനുകളും പ്രവർത്തിക്കുന്നത്. ഇനി എന്താ, വ്യവസായങ്ങൾ തമ്മിലുള്ള സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിന് സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു ബന്ധം മെച്ചപ്പെടുത്തിയെടുക്കുന്നതിനും ട്രേഡ് യൂണിയനുകൾ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ അംഗങ്ങൾക്ക് വിദ്യാഭ്യാസവും സംസ്കാരവും നൽകുന്നു. അത്തരം പ്രവർത്തനങ്ങളിൽ ഈ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. ഏതൊക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്? They also impart education and culture to their members. Such a function involves the following activities. ഏതൊക്കെയാണ്? Undertaking motivational welfare measures. അവരെ മോട്ടിവേറ്റ് ചെയ്യുക, അല്ലെ, ഒരു പ്രചോദനം, അല്ലെ, മോട്ടിവേറ്റ് ചെയ്യുക, പ്രചോദനാത്മകമായിട്ടുള്ള നടപടികൾ ഏറ്റെടുക്കുക, അവരെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങള് മെഷേഴ്സുകൾ എടുക്കുക. Boosting self confidence of workers, അല്ലെ, അവരെന്ത് ചെയ്യാം, ബൂസ്റ്റപ്പ് ചെയ്യുക, അല്ലെ, അവരുടെ ഒരു ആത്മവിശ്വാസം അവരെ വളർത്തിയെടുക്കുക. ഇന്നത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും, അല്ലെ. ഗുഡ് മോർണിംഗ് ദിവ്യ. ഓക്കെ, അപ്പൊ എന്താണ്, സെൽഫ് കോൺഫിഡൻസ് വളർത്തിയെടുക്കുക അവരില്. പിന്നെ എന്താണ്, അപ്രീസിയേറ്റിംഗ് ഡിസിപ്ലിൻ ആൻഡ് സിൻസിയറിറ്റി ഓഫ് മെമ്പേഴ്സ്. അപ്പൊ എന്താണ്, അവരെ ജീവനക്കാരെ അച്ചടക്കം അതുപോലെ തന്നെ എന്താണ്, ഒരു ആത്മാർത്ഥതയും നമ്മൾ അഭിനന്ദിക്കാനായിട്ട് തുടങ്ങാം. അപ്പൊ അങ്ങനെ അഭിനന്ദിച്ചു വരുമ്പോ എന്താണ്, അവര് ഡെഡിക്കേറ്റബിൾ ആണ്, നല്ല രീതിയിൽ അവൻ ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരാള് പറയുമ്പോ എന്തായിരിക്കും, നമുക്കൊരു ആത്മവിശ്വാസം, ഒരു മോട്ടിവേഷൻ ഒക്കെയാണ്, അല്ലെ. നല്ല രീതിയിൽ നമുക്ക് ജോലി ചെയ്യാനായിട്ട്, നമുക്കൊരു അവിടെ വരാനായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസം നമുക്ക് നമ്മുടെ ഇതിലുണ്ടാവും, അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ സിൻസിയർ ആയിട്ട് ജോലി ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സന്തോഷം, സാറ്റിസ്ഫാക്ഷൻ ആണല്ലേ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ ഓരോ കാര്യങ്ങൾ ഇപ്പൊ കമ്പനി മറ്റുള്ളവരെ ഏൽപ്പിക്കാണ്ട് നമ്മളെ ഏൽപ്പിക്കുമ്പോ എന്താണ്, ആ കമ്പനിക്കൊരു വിശ്വാസം ഉണ്ടാകുന്നുണ്ട് നമ്മളില്, അതുകൊണ്ടാണ് നമ്മൾ ഏൽപ്പിക്കുന്നത്, അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും, ഞാൻ നന്നായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് എന്നെ കമ്പനി ഇങ്ങനെ ഏൽപ്പിക്കുന്നത് എന്നുള്ളൊരു വിശ്വാസം, അല്ലെ. അത്തരത്തിലുള്ളൊരു എന്താണ്, അച്ചടക്കം അതുപോലെ തന്നെ നമ്മുടെ സിൻസിയറിറ്റിനെയൊക്കെ ഈ ട്രേഡ് യൂണിയനുകൾ അഭിനന്ദിക്കാനായിട്ട് തുടങ്ങുമ്പോൾ അവർക്ക് അവിടെ മെമ്പേഴ്സ് ആയിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ എംപ്ലോയീസ് നല്ല രീതിയിലുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കിട്ടുന്നുണ്ട്. Creating growth and promotion opportunities. അവർക്ക് എന്ത് ചെയ്യണം, ഗ്രോത്ത്, അവരുടെ ഓരോ അവസരങ്ങൾ അവർക്ക് കൊടുക്കുക, അല്ലെ. പ്രമോഷനുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ വളർച്ചയ്ക്കായാലും അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു അവസരങ്ങൾ സൃഷ്ടിക്കാനായിട്ട് ശ്രമിക്കാം. ഓരോരോ അവർക്ക് നല്ല രീതിയിലുള്ള ഒരു എന്താ പറയാ, ഒരു ഡെവലപ്മെന്റ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്നത് ഇത്തരത്തിലുള്ള അവസരങ്ങള് എന്താണ് ഈ എംപ്ലോയീസ് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ. പിന്നെ എന്താണ്, പ്രൊട്ടക്ടിങ് ഫീമെയിൽ എംപ്ലോയീസ് ഫ്രം ഡിസ്ക്രിമിനേഷൻ, ഇല്ലേ. ചില ഓർഗനൈസേഷനിലൊക്കെ എന്താണ് ഡിസ്ക്രിമിനേഷൻ ചെയ്യാറുണ്ട്, അല്ലെ. ഫീമെയിലും മെയിൽ എംപ്ലോയീസിനെ നോക്കിക്കഴിഞ്ഞാലും ഫീമെയിലിനെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവരുമായിട്ടൊരു ഡിസ്ക്രിമിനേഷൻ ഇത് നിങ്ങൾക്ക് ചെയ്യാം. സ്കൂളുകളിലായാലും ആൺകുട്ടികള് പെൺകുട്ടികൾ എന്ന് പറഞ്ഞൊരു ഡിസ്ക്രിമിനേഷൻ ഉണ്ട്. പക്ഷെ അങ്ങനെ ആവാൻ പാടില്ല, എല്ലാവരും നമ്മൾ ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യണം എന്നാ പറയുന്നത്, അല്ലെ. ഇത് ആണുങ്ങൾ ചെയ്യേണ്ട ജോലിയാണ്, നീ ചെയ്യേണ്ട, അല്ലെങ്കിൽ ഇത് പെൺകുട്ടികൾ ചെയ്യേണ്ട ജോലിയാണ്. ഇപ്പൊ വീട്ടിലെ അമ്മമാരായാലും എന്താണ്, ആൺകുട്ടികൾ ചെയ്യേണ്ട ജോലി പെൺകുട്ടികൾ ചെയ്യേണ്ട ജോലി എന്നൊക്കെ പറഞ്ഞിട്ട് ഡിസ്ക്രിമിനേഷൻ ചെയ്യാറുണ്ട്, ഇല്ലേ. നിങ്ങൾ എങ്ങനെയാണോ ചെയ്യാറ്? അങ്ങനെ ചെയ്യാറുണ്ടോ വീട്ടില്? ഇല്ല, എല്ലാവരും നല്ല അമ്മമാരാണ്, ആണോ? ആരും ചെയ്യാറില്ലേ? എന്ത് ചെയ്യണം? ഡിസ്ക്രിമിനേഷൻ ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. ആൺകുട്ടികള് പെൺകുട്ടികൾ എന്നില്ല, എന്താണ്, എല്ലാവരെയും എല്ലാ ജോലിയും ചെയ്ത് പഠിപ്പിക്കുക കേട്ടോ. അങ്ങനെ വേണം അമ്മമാര് കേട്ടോ.
ഓക്കെ, ഇത് ആൺകുട്ടികൾ ചെയ്യേണ്ട ജോലിയാണ് അല്ലെങ്കിൽ പെൺകുട്ടികൾ ചെയ്യേണ്ട ജോലിയാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തരുത്, അല്ലെങ്കിൽ വെവ്വേറെ ആയിട്ട് കാണരുത്. നിങ്ങൾ എല്ലാവരും ആൺകുട്ടികളെന്നോ പെൺകുട്ടികളെന്നോ ഇല്ലാതെ എല്ലാവരും ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ ജോലിയും എല്ലാവരും ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാ ജോലിയും പഠിപ്പിക്കാനായിട്ട് നോക്കാൻ ശ്രമിക്കുക. ഇന്നത്തെ കാലത്ത് അങ്ങനെ വേണം. എല്ലാവരും ഇപ്പോ നമ്മളിപ്പോ നമുക്കറിയാൻ പറ്റും എന്താണ്, ഹസ്ബൻഡുമാരൊക്കെ നമ്മൾ സഹായിക്കാറുണ്ടോ? ചിലവരൊക്കെ സഹായിക്കാറുണ്ടല്ലേ വീട്ടുപണികളിലൊക്കെ, അടുക്കളയിലൊക്കെ ജോലി ചെയ്യാനായിട്ട് സഹായിക്കാറുണ്ടോ നിങ്ങളെ? ഇല്ല. ഓക്കെ, ഓക്കെ. എന്താണ് നമ്മൾ തന്നെ ചെയ്യണം, നമ്മൾ തന്നെ കഷ്ടപ്പെടണം അല്ലെ. നമ്മൾ എന്ത് ചെയ്യാ, അടുക്കളയില് പണിയെടുക്കുക, കാലത്ത് തന്നെ എണീക്കുക, കുട്ടികളെ സ്കൂളിൽ വിടാം, ജോലികൾ ചെയ്യാം, ഹസ്ബൻഡിനെയൊക്കെ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ ജോലിക്ക് വിടാം അല്ലെ. അപ്പൊ നമ്മൾ തന്നെ കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ നമുക്ക് തന്നെ ചിലപ്പോ നമുക്ക് വൈകായിക വന്നാലും നമ്മൾ തന്നെ ചെയ്യേണ്ട ഒരു അവസ്ഥ വരാറുണ്ട് ഇല്ലേ. അങ്ങനെയൊന്നും ആവരുത്. എന്താണ്, അത്രയും കൂടി കൂട്ടി നിർത്തി ഒരു ഓപ്പർച്യൂണിറ്റി അവർക്കും കൂടി കൊടുക്കാം. അല്ലെങ്കിൽ എന്താ ഇപ്പൊ ഇനി ഇപ്പൊ നമ്മളുടെ മക്കളുടെ കാലഘട്ടത്തൊക്കെ അങ്ങനെ നമ്മൾ പഠിപ്പിക്കാനായിട്ട് പാടില്ല. എല്ലാ ജോലികളും എല്ലാ കുട്ടികളും ചെയ്യാം. അപ്പൊ എന്താണ്, ഒരു സഹകരണത്തോട് കൂടിയിട്ട് അവർക്ക് ജോലി ചെയ്യാനായിട്ട്, അടുക്കളയിലായാലും അല്ലെങ്കിൽ ഇപ്പോ ഓഫീസിലായാലും ഒരു സഹകരണത്തോട് കൂടിയിട്ട് പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു മെന്റാലിറ്റി കുട്ടികളിൽ ഉണ്ടാവും. ഏതൊരു കാര്യം ചെയ്യുമ്പോഴായാലും ഇല്ലേ. അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് കുട്ടികളെ വളർത്തിക്കൊണ്ട് വരാം കേട്ടോ. അതുപോലെ തന്നെയാണ് നമ്മുടെ ഓർഗനൈസേഷനിലും എങ്ങനെയാണ് ഒരു ഡിസ്ക്രിമിനേഷൻസ് ഒക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഫീമെയിൽ എംപ്ലോയീസിനെ എന്ത് ചെയ്യുന്നുണ്ട്, ട്രേഡ് യൂണിയൻ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് ഫ്രറ്റേണൽ ഫംഗ്ഷനിൽ ഒരു സാഹോദര്യപരമായിട്ടുള്ള ഒരു ബന്ധം, സൗഹൃദപരമായിട്ടുള്ള ഒരു ബന്ധം എന്നാണ് ഫ്രറ്റേണൽ എന്ന് പറഞ്ഞാൽ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങള് ട്രേഡ് യൂണിയനുകൾ സഹായിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഫംഗ്ഷൻ നോക്കാം, പൊളിറ്റിക്കൽ ഫംഗ്ഷൻസ്. These functions related to the association of the trade union with a political party and helping the political party by bringing more employees to it. Donation collection and taking the help of the political parties during strike and lockouts are also the political functions of trade unions. The political functions involves. Okay, അപ്പോ എന്താണ്, ഏതൊരു കമ്പനിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ യൂണിയൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ യൂണിയൻസ് എന്ത് ചെയ്യുന്നതാണ് പറയുന്നത്, പൊളിറ്റിക്കൽ ടച്ച് വരുത്താനായിട്ടും, പൊളിറ്റിക്കൽ ആ ടച്ച് വരുത്തി നമ്പേഴ്സിനെ അതിനോട് കൂടിയിട്ട് നയിക്കാനായിട്ടും ട്രേഡ് യൂണിയനുകള് സഹായിക്കുന്നത്. ഒരു പൊളിറ്റിക്കൽ ടച്ച് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഓരോ കമ്പനിയിലും ട്രേഡ് യൂണിയനുകൾ ഉണ്ടെങ്കിൽ അതിനകത്ത് എന്തുണ്ടെന്ന് പറയുന്നത്, പൊളിറ്റിക്കൽ ടച്ചോട് കൂടിയിട്ടുള്ള ഒരു ട്രേഡ് യൂണിയൻ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അവരും എന്താണ്, ഒരു ട്രേഡ് യൂണിയൻ ഒരു ഓർഗനൈസേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതെന്താണ്, അവിടെയും അവർ ഫോളോ ചെയ്യുന്നത് ഒരു പൊളിറ്റിക്കൽ പാർട്ടി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ബേസിലുള്ള കാര്യങ്ങൾ, പൊളിറ്റിക്കൽ ടച്ചോട് കൂടിയിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് അവർ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് പറയാം എന്താണ് അതിന്റെ ഫങ്ഷൻസ് നോക്കാം. ഏതൊക്കെയാണ്, ഇൻഫ്ലുവൻസിങ് ഗവൺമെന്റ് പോളിസി ഡിസിഷൻ towards the interest and welfare of workers. അപ്പൊ എന്താണ് അവിടെ പറയുന്നത്, തൊഴിലാളികളുടെ താല്പര്യത്തിന് അല്ലെ. അതുപോലെ തന്നെ വെൽഫെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ക്ഷേമം. ഓക്കെ, ഇപ്പൊ ഇൻട്രസ്റ്റ്, അവരുടെ ഇൻട്രസ്റ്റിനായാലും താല്പര്യങ്ങൾക്കായാലും ക്ഷേമത്തിനായാലും വേണ്ടിയിട്ടുള്ള ഒരു സർക്കാരിനായ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് ഇൻട്രസ്റ്റ്, അവരുടെ ഇൻട്രസ്റ്റ് നമ്മള് എന്താ ഇൻട്രസ്റ്റ് നമ്മൾ നോക്കാം. അതുപോലെ തന്നെ ക്ഷേമത്തിന് വേണ്ടിയിട്ട്, എംപ്ലോയീസിന്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒന്നാണ് ഇതെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ട്രേഡ് യൂണിയനുകൾ അല്ലെ. അപ്പൊ എന്താണ്, ഒരു പൊളിറ്റിക്കൽ ടച്ചോട് കൂടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ട്രേഡ് യൂണിയൻ ആണെങ്കിൽ എന്താണ്, നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ പെട്ടെന്ന് നമുക്ക് ഇപ്പോ തൊഴിലാളികൾക്ക് ഇപ്പൊ സാലറി കൂട്ടിത്തരണം എന്നുള്ളൊരു ഇതാണെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ പെട്ടെന്ന് തീർക്കാനായിട്ടും അതിൽ പെട്ടെന്നുള്ള ഒരു ഡിസിഷൻ എടുക്കാനായിട്ടും സഹായിക്കുന്നുണ്ട് അല്ലെ. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു പൊളിറ്റിക്കൽ ഒരു ഓർഗനൈസേഷനിൽ ഇന്നുണ്ട്, ട്രേഡ് യൂണിയൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ പൊളിറ്റിക്കൽ ടച്ചും അതിനകത്ത് ഉണ്ടാകുന്നതാണ് പറയുന്നത്. ഓക്കെ, ഇനി എന്താ, കോൺട്രിബ്യൂഷൻ ഇൻ ദ ഫോർമുലേഷൻ ഓഫ് ദി പോളിസീസ് ആസ് വെൽ ആസ് their implementation in the is the duty of trade unions. അതായത്
ന്യായീകരണത്തിലും അവ നടപ്പിലാക്കുന്നതിലും സംഭാവന നൽകുക എന്നത് ട്രേഡ് യൂണിയനുകളുടെ കടമയാണ്. ഓക്കെ, അപ്പോ അതിനകത്ത് അങ്ങനെ പറയുന്നുണ്ട്. നമ്മളിപ്പോ എന്താ ഇപ്പൊ എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ എന്താ പറയാ എന്തെങ്കിലുമൊക്കെ നടപടികൾ നമ്മൾ സ്വീകരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കൂടിയും എംപ്ലോയീസിന്റെ വെൽഫെയർ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ട്രേഡ് യൂണിയനുകൾ വരുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താണ് അവർക്ക് അത് നടപ്പിലാക്കാൻ വേണ്ടതായിട്ടുള്ള സംഭാവനകളും ഇതിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നോക്കിയേ, in many countries unions are greatly interested in the political process of the government and try to participate in it actively. This the status of economic and social development decides what would be the type and the extent of the conditions of unions in the political process of the government. എന്താണ് പാരഗ്രാഫിൽ പറയുന്നത്? നമ്മൾ പറയുന്നു എന്തെങ്കിലുമൊക്കെ ഇപ്പൊ നടപ്പിലാക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും പോളിസീസിലൊക്കെ മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സംഭാവനകൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പല രാജ്യങ്ങളിലും ഗവൺമെന്റിന്റെ രാഷ്ട്രീയ പ്രക്രിയയില് യൂണിയനുകൾക്ക് വലിയ താല്പര്യമുണ്ട്. അതിനാൽ സജീവമായിട്ട് പങ്കെടുക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. പല മേഖലകളിലും എന്തുണ്ടെന്നാണ് പറയുന്നത്, പുറത്തും അതുപോലെ തന്നെ നമ്മൾ എബ്രോഡും അല്ലെ പല കൺട്രീസിലും എന്തുണ്ടെന്നാണ് പറയുന്നത്, ഈ ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് ട്രേഡ് യൂണിയനുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന്റെ ഇൻട്രസ്റ്റ് അവരുടെ താല്പര്യങ്ങള് അതുപോലെ തന്നെ അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ് ഈ ട്രേഡ് യൂണിയനുകൾ പ്രവർത്തിക്കുന്നത്. അതും ഗവൺമെന്റുമായിട്ട് ചേർന്നുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ ടച്ചുമായിട്ട് അവരെ മുന്നോട്ട് പോകുന്നു. ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനായിട്ട് അവർ താല്പര്യപ്പെടുന്നത് അല്ലെ. ഓരോ എംപ്ലോയീസിന്റെ എല്ലാ കാര്യങ്ങളും അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ ട്രേഡ് യൂണിയനുകൾ ആക്റ്റീവ്ലി പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ രാഷ്ട്രീയ പ്രക്രിയയില് യൂണിയനുകളുടെ പങ്കാളിത്തത്തിന്റെ തരവും വ്യാപ്തിയും എന്തായിരിക്കുമെന്ന് സാമ്പത്തികവും സാമൂഹികവും വികസനത്തിന്റെ അവസ്ഥ നിർണ്ണയിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞത് ഇത് തന്നെയാണ്. ഓരോ എംപ്ലോയീസിന്റെയും ഇൻട്രസ്റ്റും അതുപോലെ തന്നെ ക്ഷേമത്തിനും വേണ്ടിയിട്ട് ട്രേഡ് യൂണിയനുകൾ പ്രവർത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു പൊളിറ്റിക്കൽ ടച്ചോട് കൂടിയിട്ടാണ് ഓരോ ഓർഗനൈസേഷനും ഈ ട്രേഡ് യൂണിയൻ പ്രവർത്തിക്കുന്നത്. ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അറിയാവുന്ന കാര്യങ്ങളായിരിക്കും, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ. 2 പോയിന്റുകൾ നമ്മൾ പറഞ്ഞത്, ഫ്രക്ടേണൽ ഫംഗ്ഷൻ പറഞ്ഞു, അതുപോലെ പൊളിറ്റിക്കൽ ഫംഗ്ഷൻ ഒക്കെ പറഞ്ഞു. മനസ്സിലായോ? ഇനി നെക്സ്റ്റ് ഫംഗ്ഷൻ നോക്കാം, ആൻസിലറി ഫംഗ്ഷൻ. 4ാമത്തെ ഫംഗ്ഷൻ ആണ്. നോക്കാം. Nowadays, unions have a clear representative function other than their usual functions. Some of the trade unions are trying to enhance the area of their service in
order to create a value in the eyes of their members. Various services that are provided by them include legal and financial advice as well as how to improve one's skills. These functions of trade unions are known as ancillary function. This can be categorized as following bits. Okay, ancillary function divide ചെയ്തിട്ടുണ്ട്. ഇതോരോന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇനി അപ്പൊ എന്താണ് ആൻസിലറി ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുബന്ധം അല്ലെ, അനുബന്ധ എന്നൊക്കെയാണ് ആൻസിലറി എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ ആ വേർഡിന്റെ മീനിങ്. അതായത് നമുക്ക് ഇന്ന് യൂണിയനുകള് പ്രവൃത്തി പ്രവർത്തനങ്ങളെ ഏറ്റെടുക്കുന്നത് എന്നാണ് പറയുന്നത്. അതായത് ട്രേഡ് യൂണിയനുകള് അവരുടെ അംഗങ്ങളുടെ കണ്ണില് മൂല്യം സൃഷ്ടിക്കുന്നതിനായിട്ട് അവരുടെ സേവന മേഖല മെച്ചപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്താണ്? അതായത് ഈ അംഗങ്ങൾക്ക് ഒരു ട്രേഡ് യൂണിയനുമായിട്ടുള്ളൊരു മൂല്യം അല്ലെങ്കിൽ ട്രേഡ് യൂണിയന്റെ മൂല്യം കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ഒരു എന്താ പറയാ അവർക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്യുക എന്നതൊരു ജോലിയായിട്ട് അവർ ഏറ്റെടുക്കുന്നുണ്ട് അല്ലെ. അവരുടെ വെൽഫെയർ അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുകയാണ് ട്രേഡ് യൂണിയനുകൾ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഈ എംപ്ലോയീസിന്റെ ഇടയിൽ ട്രേഡ് യൂണിയൻസിന്റെ മൂല്യം കൂടോ കുറയോ? എന്താ ചെയ്യാ? കൂടുമോ കുറയുമോ? അല്ലെ. എംപ്ലോയീസിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതാണ് അല്ലെങ്കിൽ ഒരു സംഘടനയാണ് ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എംപ്ലോയീസിന് വേണ്ടി പ്രവർത്തിക്കുമ്പോ എന്താണ് എംപ്ലോയീസിന്റെ ഇടയിൽ ട്രേഡ് യൂണിയന്റെ അതിന്റെ മൂല്യം എന്ത് ചെയ്യാൻ പറ്റും? എൻഹാൻസ് ചെയ്യുന്നുണ്ട് അല്ലെ, കൂടുന്നുണ്ട് അല്ലെ, ഡെവലപ്മെന്റ് ചെയ്യുന്നുണ്ട് അല്ലെ, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവർ നൽകുന്ന വിവിധ സേവനങ്ങളില് നിയമ സാമ്പത്തിക ഉപദേശങ്ങള് ഒരാളുടെ കഴിവുകള് എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ളത് ഉൾപ്പെടുന്നുണ്ട് അല്ലെ. അവിടെ മെമ്പേഴ്സ് ആയിരിക്കുന്ന എംപ്ലോയീസിന്റെ സ്കില്ല് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് ലീഗലി ആൻഡ് ഫിനാൻഷ്യലി അഡ്വൈസുകൾ അതിലൂടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്തരത്തിലൂടെ നമുക്ക് എങ്ങനെയാണ് എംപ്ലോയീസിന്റെ സ്കില്ലുകൾ മെച്ചപ്പെടുത്താൻ കഴിയുന്നത് എന്നുള്ളത് നോക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ന്യൂ ഫംഗ്ഷൻ new function of a trade union are known as ancillary function. ഇനി അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താണ് ആൻസിലറി ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എംപ്ലോയീസിന്റെ ഇടയിൽ ട്രേഡ് യൂണിയന്റെ മൂല്യം എന്ന് പറയുന്നത്, വാല്യൂ എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ അപ്പൊ നിങ്ങൾ ആ കൺസെപ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. അതുപോലെ തന്നെ അവരെന്തെങ്കിലും നോക്കുന്നേ എംപ്ലോയീസിന്റെ ലീഗലി ആവാം ഫിനാൻഷ്യലി ആവാം അഡ്വൈസുകൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അവർക്ക് അവരുടെ സ്കില്ല് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ളത്, എംപ്ലോയീസിന്റെ സ്കില്ലുകൾ എങ്ങനെ വളർത്തിക്കൊണ്ടുവരാം അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരാം എന്നുള്ളത് ട്രേഡ് യൂണിയനുകൾ നോക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ കൺസെപ്റ്റ് ആയിട്ട് പറയുന്നത്. ഇനി അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. വെൽഫെയർ ആക്ടിവിറ്റീസ്, അതുപോലെ എഡ്യൂക്കേഷൻ, publication of periodicals, ന്യൂസ് ലെറ്റർ ഓർ മാഗസിൻ, ഇത്രയും കാര്യങ്ങൾ. അതുപോലെ തന്നെ റിസർച്ച്, 4 കാര്യങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്ന് നമുക്ക് നോക്കാം. വെൽഫെയർ ആക്ടിവിറ്റീസ്. These are various type of welfare measures which are taken by the many unions. ഏതൊക്കെയാണ് വെൽഫെയർ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വെൽഫെയർ മെഷേഴ്സ് എന്ന് പറയുന്നത്? This include providing houses, mutual funds, cooperative stores, cultural programs, setting up cooperative housing societies, banking and other medical facilities. ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് വെൽഫെയർ മെഷേഴ്സ് ആയിട്ടല്ലേ പറയുന്നത്. ഇനി അതുപോലെ തന്നെ എന്താ, these activities also include training of women in various craft and skills which can help them in contributing to their family income അല്ലെ. അതുപോലെ തന്നെ എന്താണ് വുമൻസിന് വാരിയസ് ക്രാഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട സ്കില്ലുകളൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് അത്തരത്തിലുള്ള ട്രെയിനിങ്ങുകൾ ട്രേഡ് യൂണിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുവഴി ഫാമിലി ഇൻകം ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. These are certain union which are
quite active in field of welfare measures such as a Textile Labour Association, Ahmedabad. ഇവിടെ കൊടുത്തിരിക്കുന്ന അഹമ്മദാബാദിലെ എന്താണ് ഈ ടെക്സ്റ്റൈൽ ലേബർ അസോസിയേഷൻ TLA, അതായത് ടെക്സ്റ്റൈൽ ലേബർ അസോസിയേഷൻ കേട്ടോ. അതിന്റെ ഫുൾ ഫോം ആണ്, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഇത്തരം പോലുള്ള ക്ഷേമ നടപടികളിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന യൂണിയനുകളും ഉണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങള് എന്താണ് ക്രാഫ്റ്റ്, അതുപോലെ തന്നെ അവരുടെ സ്കില്ല് ക്രാഫ്റ്റിൽ എങ്ങനെ വളർത്തിക്കൊണ്ട് വരാം, വുമൻസിന് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് ട്രേഡ് യൂണിയനുകള്. അതുവഴി അവരുടെ ഫാമിലി ഇൻകം ഉയർത്തിക്കൊണ്ട് വരാനായിട്ട് സഹായിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് ഇത്. ഓക്കെ, ഇവിടെ കൂടി എന്റെ കുറച്ച് പാരഗ്രാഫ് കൂടി എന്റെ നെക്സ്റ്റ് പേജിൽ നോക്കാം. ദിസ് അസോസിയേഷൻ ഈസ് വർക്കിംഗ് ടു ഓർഗനൈസ് self-employed women through another step called self-employed man through another step called Self-Employed Women's Association, SEWA. Okay, Self-Employed Women's Association. And they have also started banking service for this purpose. സ്വയം തൊഴിൽ ചെയ്യുന്ന സ്ത്രീകളുടെ എന്താണ് ഒരു അസോസിയേഷൻ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനായിട്ട് അവര് ബാങ്കിങ് സേവനങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങള് ട്രേഡ് യൂണിയൻ വഴി സഹായകമാണ്. ഇപ്പൊ സ്വയം തൊഴിൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ക്രാഫ്റ്റ് മേക്കിംഗ് അല്ലെ, ക്രാഫ്റ്റും പോലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് അങ്ങനത്തെ സ്കില്ലുകള് വുമൻസിന് ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ട്രേഡ് യൂണിയനുകള്. ഇനി എന്താ എഡ്യൂക്കേഷൻ. വർക്കേഴ്സ് become aware of their environment through education. Certain attempts are taken in this regard by unions. Trade unions launch various educational programs for employees in order to inform them about the problems and matters of their concern. These programs also include such subjects or topics which can be a great help for the workers, such as their rights and responsibilities. The participation scheme of workers and grievances result mechanism prevalent in their organization. എന്താണ് പാരഗ്രാഫിൽ പറയുന്നത്? എഡ്യൂക്കേഷൻ പരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, വിദ്യാഭ്യാസത്തിലൂടെ തൊഴിലാളികള് അവരുടെ പരിസ്ഥിതിയെ കുറിച്ച് ബോധവാന്മാരാക്കുന്നുണ്ട്. അവരുടെ വർക്കിംഗ് എൻവയോൺമെന്റിനെ കുറിച്ച് അവർ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കാര്യത്തില് യൂണിയനുകള് അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തി അവരെ അവെയർ ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ജീവനക്കാർക്ക് അവരുടെ പ്രശ്നങ്ങളായാലും കൺസേൺസ്, ആശങ്കകൾ അറിയുന്നതിനായിട്ട് ട്രേഡ് യൂണിയനുകൾ വിദ്യാഭ്യാസ പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ തൊഴിലാളികളുടെ അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും എന്തൊക്കെയാണ്, അത് തൊഴിലാളികളുടെ പങ്കാളിത്ത പദ്ധതി, അവരുടെ സ്ഥാപനത്തിലെ നിലവിലുള്ള പരാതി പരിഹാര സംവിധാനം എന്നിവ പോലുള്ള തൊഴിലാളികളുടെ വളരെയധികം സഹായകരമായിട്ടുള്ള വിഷയങ്ങളെ ഈ പരിപാടികളിൽ ഉൾപ്പെടുന്നുണ്ട്. അതായത് എഡ്യൂക്കേഷൻ പരമായിട്ട് അവരുടെ വർക്കിംഗ് എൻവയോൺമെന്റിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഒരു അവയർനെസ് പോലെയുള്ള പരിപാടികൾ ഈ ട്രേഡ് യൂണിയൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് അവർക്ക് അവയർനെസ്? ഇപ്പോ നമ്മളിപ്പോ ഓർഗനൈസേഷനിലൊക്കെ കൂടുതൽ എംപ്ലോയീസിന് വർക്കും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ട്രെയിനിങ്ങുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇപ്പോ വർക്ക്ഷോപ്പുകള്, സെമിനാർസുകള്, ചില ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യിപ്പിക്കാനൊക്കെ ആയിട്ട് വിടാറുണ്ട്. അപ്പൊ എന്താണ്, അവർക്ക് കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആവുകയാണ് ചെയ്യുന്നത് അല്ലെ. അത്തരത്തിലുള്ള അവയർനെസ് പ്രോഗ്രാംസ് ഈ ട്രേഡ് യൂണിയനുകള് എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ അവർക്ക് നല്ലൊരു അവരുടെ കരിയർ ഡെവലപ്മെന്റിലേക്ക് നയിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് അല്ലെ. അവരുടെ ഡ്യൂട്ടി എന്താണ്, റെസ്പോൺസിബിലിറ്റി എന്താണ്, അതുപോലെ തന്നെ അവർ കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആവുകയും ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അവയർനെസ് പ്രോഗ്രാമുകൾ കൊടുക്കുന്നതിലൂടെ എംപ്ലോയീസിന്. ഓക്കെ, ഇനി എന്താ, when it take about the education of member workers, it covers all areas of their life. It work for improving their social life, make them aware about their environment, increases their knowledge, especially regarding issues that are
of all utmost important to them, their basic rights and duties. The government is also being helped by some central organization in executing various themes related to education of workers of the company. എന്താണ് ആ പാരഗ്രാഫിൽ പറയുന്നത്? തൊഴിലാളികളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുമ്പോൾ അത് അവരുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഉൾക്കൊള്ളുന്നുണ്ട് അല്ലെ. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എല്ലാ മേഖലകളിലും ഉൾക്കൊള്ളുന്ന ഒരു ഭാഗമാണ്. അവരുടെ സാമൂഹിക ജീവിതം മെച്ചപ്പെടുത്തുന്നതിനും അവരുടെ പരിസ്ഥിതിയെ കുറിച്ച് അവരെ ബോധവാന്മാരാക്കുന്നതിനും പ്രത്യേകിച്ച് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങള് അവരുടെ അടിസ്ഥാന അവകാശങ്ങള്, കടമകള് മുതലായവയെ കുറിച്ചുള്ള അറിവ് വർദ്ധിപ്പിക്കാനായിട്ട് ഇത് പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ. എന്താണ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ എല്ലാ മേഖലകളും അവർക്ക് അറിയാനായിട്ടും അവരുടെ ഡ്യൂട്ടി എന്താണ്, റെസ്പോൺസിബിലിറ്റി എന്താണ്, അപ്പൊ സോഷ്യൽ ആയിട്ട് അതുപോലെ തന്നെ നമ്മുടെ വർക്കിംഗ് എൻവയോൺമെന്റിനെ കുറിച്ച് അറിയാൻ പറ്റും. അവർ കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആവുകയാണ് ചെയ്യുന്നത് അല്ലെ. എല്ലാ മേഖലകളിലും അവർക്ക് കൂടുതൽ അറിവ് നേടാനായിട്ട് എഡ്യൂക്കേഷൻ സഹായിക്കുന്നുണ്ട്. കമ്പനിയിലെ തൊഴിലാളികളുടെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ ഈ കേന്ദ്ര സംഘടനകൾ സർക്കാരിനെ സഹായിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ കമ്പനിയിലും ഈ എന്താണ് എഡ്യൂക്കേഷൻ നമ്മൾ പറഞ്ഞു അവയർനെസ്സുകൾ കൊടുക്കുന്നതിലൂടെ അല്ലെങ്കിൽ അവയർനെസ് പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്യുന്നതിലൂടെയൊക്കെ എന്താണ് കൂടുതൽ അവർ ബോധവാന്മാരാകുകയും അവരുടെ വർക്കും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അതുവഴി എന്താണ് ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ കേന്ദ്ര സംഘടനകളും സർക്കാരിനെ സഹായിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാം അത്തരത്തിലുള്ള ഒരു അവരെ എന്താണ് അവയർനെസ് പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്തുകൊണ്ട് അവർക്ക് നല്ല രീതിയിൽ അവരുടെ വർക്ക് കാര്യങ്ങളൊക്കെ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവരുടെ എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രോബ്ലംസോ ഒക്കെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പരിഹരിച്ചു കൊണ്ടുപോകാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളും ട്രേഡ് യൂണിയനുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് വായിച്ചു നോക്കോ? ഓക്കെ, എഡ്യൂക്കേഷൻ വരെ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. വായിച്ചു കഴിഞ്ഞവര് നെക്സ്റ്റ് സെന്റൻസ് നെക്സ്റ്റ് പോയിന്റ് വായിച്ചു നോക്കുക. 2 പോയിന്റ് വായിച്ചു കഴിഞ്ഞവര് മാത്രം.
Okay, next point നോക്കാം. Publication of periodicals, newsletters, or magazine in order to communicate to policies and viewpoints on various important issues to the purpose. Large unions get newsletter, magazine, or periodicals published. These tools also help them to communicate the post of events such as the births, death, marriages, promotions, and other achievements. അല്ലെ അറിയാം എന്താണ് ഈ പബ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാവില്ലേ ഓരോ നമ്മള് എന്താ പറയാ ഈ ഹോസ്പിറ്റലായാലും അതുപോലെ തന്നെ ഏതൊരു ഓർഗനൈസേഷൻസ് എന്നാലും അവിടെ പബ്ലിക്കേഷൻസ് അവരുടേതായിട്ടുള്ള പബ്ലിക്കേഷൻസ് മാഗസീൻസ് ഉണ്ടാവാം, ലിഗൽസ്, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പൊതുജനങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ എന്താണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാൻ പറ്റും അല്ലെ. അതുപോലെ തന്നെയാണ് ഈ ഓർഗനൈസേഷൻ എന്താണ് പബ്ലിക്കേഷൻസ്, ന്യൂസ് ലെറ്റർ ഉണ്ടാവും, മാഗസീൻസ് ഉണ്ടാവും. ഇങ്ങനെ മാഗസീൻസ് ഇപ്പൊ സ്കൂളുകളിൽ നിന്നൊക്കെ കുട്ടികൾക്ക് കൊടുത്തുവിടാറുണ്ട് ഇല്ലേ മാഗസീൻസ്. എന്താണ് ആ അക്കാദമിക് ഇയറിൽ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ പ്രോഗ്രാംസ് ആണ്, ഫോട്ടോസ് ആയാലും അങ്ങനെ കുറെ കാര്യങ്ങൾ ആ മാഗസീൻസിൽ ഉണ്ടാവും അല്ലെ. അതുപോലെ തന്നെയാണ് ഓർഗനൈസേഷൻ ഈ മാഗസീൻസ് ഒക്കെ അവർ എന്ത് ചെയ്യും, പബ്ലിഷ് ചെയ്യും. ഓക്കെ, ഇപ്പൊ മാഗസീനിൽ എന്തൊക്കെ ഉണ്ടാവും, ആരാണ് മരിച്ചത്, അല്ലെങ്കിൽ മാരേജ്, അതുപോലെ തന്നെ പ്രമോഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അതൊക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് വർക്കേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് എന്തെങ്കിലും ഇമ്പോർട്ടന്റ് എന്തെങ്കിലുമൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്തെങ്കിലും മെമ്പേഴ്സിനെ അറിയിക്കാൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനകത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അത് വായിക്കുമ്പോൾ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ പബ്ലിക്കേഷൻ വരുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നതാണ് റിസർച്ച്. Updated information needs to be collected in a systematic manner in a trade union. The collected information should then be minutely analyzed for the negotiation process. Union leaders must know about the productivity of its members and wage practices that are prevalent in their industry as well as other industries of a similar nature. They need this knowledge in order to put forward the demands of wage increases for workers. Most of the Indian conducted their homework in this aspect by considering the practical aspect, especially the day-to-day workplace issues, etc. അതായത് നമ്മളിവിടെ പറയുന്നത് റിസർച്ചിൽ പറയുന്നത് എന്താണ്, ട്രേഡ് യൂണിയനുകൾ അപ്ഡേറ്റ് ചെയ്ത വിവരങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള വിവരങ്ങള് നമുക്ക് എന്താണ് വ്യവസ്ഥാപിതമായിട്ട് ശേഖരിക്കേണ്ടതുണ്ട്. ശേഖരിച്ച വിവരങ്ങള് ചർച്ചാ പ്രക്രിയയ്ക്കായിട്ട് സൂക്ഷ്മമായിട്ട് വിശകലനം ചെയ്യുന്നു. ഓക്കെ, അപ്പൊ എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ ഇൻഫർമേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മള് പഴയ കാല ഡാറ്റകൾ എടുത്തിട്ട് അത് നമ്മൾ സൂക്ഷ്മമായിട്ട് അസസ്മെന്റ് നടത്തും അല്ലെ, അനലൈസ് ചെയ്യും അല്ലെ, അങ്ങനെ വിശകലനം ചെയ്യുന്നു. ഇനി യൂണിയൻ നേതാക്കള് അംഗങ്ങളുടെ ഉൽപാദനക്ഷമതയെ കുറിച്ചും അവരുടെ വ്യവസായത്തിലും സമാന സ്വഭാവമുള്ള മറ്റു വ്യവസായങ്ങളിലും നിലവിലുള്ള വേതന രീതികളെ കുറിച്ചും അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് വേതന രീതികളൊക്കെ, അവർക്ക് കൊടുക്കുന്ന സാലറീസ്, അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഏറ്റക്കുറിച്ചിലുകളുണ്ടോ, എന്തെങ്കിലുമൊക്കെ നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടതുണ്ടോ, അപ്പൊ എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് ആരറിഞ്ഞിരിക്കണം, യൂണിയൻ നേതാക്കൾ, യൂണിയൻ ലീഡേഴ്സ് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ് പറയുന്നത്. ഓക്കെ, തൊഴിലാളികളെ വേതന വർധനവിന്റെ ആവശ്യകതകൾ മുന്നോട്ട് വെക്കുന്നതിന് അവർക്ക് ഈ അറിവ് അത്യാവശ്യമാണ് അല്ലെ. അപ്പൊ എല്ലാം നമുക്ക് ഒരാൾക്ക് എന്താണ് ഒരു വിവരവും അറിയില്ല, വെറുതെ പോയിട്ട് വായത്തൊന്നിട്ട് വിളിച്ച് പറയാൻ പറ്റും ഇല്ല.
കറക്റ്റ് ആയിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് അതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണ്, പോളിസീസ് എന്താണ്, ഗൈഡ് ലൈൻസ് എന്താണ്. ഇപ്പോ സാലറി കൂട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ട കമ്പനീസിലൊക്കെ പല പല ഗൈഡ് ലൈൻസ് ഉണ്ടാവും, പോളിസീസ്, പ്രൊസീജിയേഴ്സ്, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുന്ന ഒരാൾക്ക് മാത്രമാണ് അതിന്റെ എന്താണ് ഇപ്പോ സാലറി കൂട്ടണം എന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ച് സംസാരിക്കാനായിട്ടൊക്കെ പറ്റുള്ളൂ അല്ലെ. അത്തരത്തിലുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള അറിവുകൾ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. മിക്ക യൂണിയനുകളിലും പ്രായോഗിക വശങ്ങൾ, പ്രത്യേകിച്ച് ദൈനംദിന ജോലി സ്ഥലത്തെ പ്രശ്നങ്ങൾ മുതലായവ പരിഗണിച്ചിട്ട് ഈ വശത്ത് സ്വന്തം ഗൃഹപാഠം നടത്തുന്നു. ഇനിയിപ്പോ എന്തെങ്കിലുമൊക്കെ സാലറിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എംപ്ലോയീസിന് നേരിടേണ്ടി വരികയാണെങ്കിൽ അത് മൊത്തം വിശകലനം, നമ്മൾ അതിനെ കുറിച്ചുള്ള ഗവേഷണം, റിസർച്ച് നടത്തിയിട്ട് അത് അനലൈസ് ചെയ്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട്, അതിനെ കുറിച്ചിട്ടുള്ള ഒരു ഇത് നടത്താനായിട്ട് അല്ലെങ്കിൽ വിശകലനം ചെയ്തിട്ട് വേണം നമുക്ക് അവിടെ മാനേജ്മെന്റിനോട് പോയി പറഞ്ഞ് കാര്യങ്ങൾ കൃത്യമായിട്ട് അവർക്ക് കൊടുക്കാനായിട്ട്. അപ്പൊ കൃത്യമായിട്ടുള്ള അറിവ് ആർക്ക് വേണം എന്ന് പറയുന്നത്, ലീഡേഴ്സിന്, യൂണിയൻ ലീഡേഴ്സിന് വേണം. ഓക്കെ, കൃത്യമായിട്ട് അവർ റിസർച്ചുകൾ, ഗവേഷണങ്ങൾ നടത്തി വിശകലനം ചെയ്തിട്ട് വേണം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് അതിനെ കുറിച്ച് ഉള്ള മെഷേഴ്സുകൾ എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അയച്ചു നോക്കാം കേട്ടോ, പബ്ലിക്കേഷൻസ് ആൻഡ് റിസർച്ച്. നെക്സ്റ്റ് നോക്കാം കേട്ടോ. നെക്സ്റ്റ്, types of trade unions. Different types of trade unions can be classified on following basis. നോക്കാം, അവിടെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട് അല്ലെ. ട്രേഡ് യൂണിയനെ രണ്ട് വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓൺ ദ ബേസിസ് ഓഫ് പർപ്പസിന്റെ അടിസ്ഥാനത്തിലും ഓൺ ദ ബേസിസ് ഓഫ് മെമ്പർഷിപ്പ് സ്ട്രക്ചറിന്റെ അടിസ്ഥാനത്തിലും. ഇനി ഓൺ ദ ബേസിസ് ഓഫ് പർപ്പസിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. റിഫോമിസ്റ്റ് യൂണിയൻ, അതുപോലെ തന്നെ അതിനകത്ത് അതിന്റെ സെപ്പറേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ബിസിനസ് യൂണിയൻ എന്ന്, അപ്ലിഫ്റ്റ് ഓർ ഫ്രണ്ട്ലി യൂണിയൻ എന്ന് പറയുന്നുണ്ട്. ഇനി റെവല്യൂഷണറി യൂണിയനെ നാല് കാര്യങ്ങളായിട്ട്, നാല് വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അനാർക്കിസ്റ്റ് യൂണിയൻ, പൊളിറ്റിക്കൽ യൂണിയൻ, പ്രെഡേറ്ററി യൂണിയൻ, ഡിപെൻഡന്റ് യൂണിയൻ. ഇനി എന്താണ്, ഓൺ ദ ബേസിസ് ഓഫ് മെമ്പർഷിപ്പ് സ്ട്രക്ചറിൽ നാല് കാര്യങ്ങളാണ്, നാല് രീതിയിൽ തിരിച്ചിട്ടുണ്ട്. ക്രാഫ്റ്റ് യൂണിയൻ, ഇൻഡസ്ട്രിയൽ, അതുപോലെ തന്നെ സ്റ്റാഫ് യൂണിയൻ, ജനറൽ യൂണിയൻ കേട്ടോ. ഓക്കെ, ഇനി ഓരോന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാൻ പോവുകയാണ്. ഫസ്റ്റ് വൺ നോക്കാം, ഓൺ ദ ബേസിസ് ഓഫ് പർപ്പസ്. ഓക്കെ, അതിനകത്ത് വരുന്നത് എന്താണ്, റീഫോമിസ്റ്റ് യൂണിയൻ. എന്താണ് റീഫോമിസ്റ്റ് യൂണിയൻ എന്നുള്ളത് നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രേഡ് യൂണിയൻസ് ഓൺ ദ ബേസിസ് ഓഫ് പർപ്പസ്. പർപ്പസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ട്രേഡ് യൂണിയനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. According to the various purpose that they serve, trade union can be of the following steps. First one നമ്മൾ പറഞ്ഞു reformist unions. എന്താണ് the main aim of the reformist unions?
is to preserve the capitalist economy and to maintain such types of employee relations that can lead to competitive production. These unions also prefer to carry on the prevalent political, economic, and social framework. എന്താണ് റിഫോമിസ്റ്റ് യൂണിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ യൂണിയൻസിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാല് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയെ സംരക്ഷിക്കുക എന്നതാണ്. ഓക്കെ, പ്രിസർവ് ദ ക്യാപിറ്റലിസ്റ്റിക് ഇക്കണോമി അല്ലെ, അതിന്റെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറഞ്ഞാല് റിഫോമിസ്റ്റ് യൂണിയൻസ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയെ സംരക്ഷിക്കുക എന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് എന്താണ്? ഒരു കോമ്പറ്റിറ്റീവ് പ്രൊഡക്ഷൻ അല്ലെ, മത്സരാധിഷ്ഠിത ഉൽപാദനത്തിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള തൊഴിലാളി ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ടുപോകുക. ഒരു കോമ്പറ്റിറ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് എംപ്ലോയീസിനെ നമ്മൾ അതിലേക്ക് ട്രെയിൻ ചെയ്തെടുപ്പിക്കുകയും അത്തരത്തിലുള്ള എംപ്ലോയീസിനെ അല്ലെ നല്ല രീതിയിൽ ക്വാളിറ്റിയും ക്വാളിഫൈഡും അതുപോലെ തന്നെ കാപ്പബിലിറ്റിയുമുള്ള ഒരു എംപ്ലോയീസിനെ വാർത്തെടുക്കാനായിട്ട് ശ്രമിക്കുകയും അത്തരത്തിലുള്ള എംപ്ലോയീസിനെ നിലനിർത്തിക്കൊണ്ടു പോകാനായിട്ട് ശ്രമിക്കുകയും ചെയ്തതാണ് റീഫോമിസ്റ്റ് യൂണിയൻ എന്ന് പറയുന്നത്. നിലവിലുള്ള രാഷ്ട്രീയ സാമ്പത്തിക ചട്ടക്കൂട് അതുപോലെ സാമൂഹിക ചട്ടക്കൂട് അല്ലെ, ഇത്തരത്തിലുള്ള ഫ്രെയിം വർക്കുകള് തുടരാനായിട്ടും സാമ്പത്തികമായിട്ടും എക്കണോമിക്കായിട്ടും പൊളിറ്റിക്കലായിട്ടും സോഷ്യലായിട്ടുമുള്ള ഒരു ഫ്രെയിം വർക്കിലേക്ക് നമ്മളെ തുടരാനായിട്ടും ഇത്തരത്തിലുള്ള യൂണിയൻ താല്പര്യപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അവരെ പ്രിഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള എയിം ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. മെയിൻ എയിം എന്താണ് പറയുന്നത്? ടു പ്രിസർവ് ദ ക്യാപിറ്റലിസ്റ്റിക് ഇക്കണോമി. എന്താണ് അവിടെ പറയുന്നത്? എന്താണ്? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയെ സംരക്ഷിക്കുക എന്നതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. This union have further been divided into two subgroups. നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, ബിസിനസ് യൂണിയൻ എന്നും ഫ്രണ്ട്ലി ഓർ അപ്ലിഫ്റ്റ് യൂണിയൻസ് എന്ന് അതിനെ രണ്ട് രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്താണ് ബിസിനസ് യൂണിയൻ എന്ന് പറഞ്ഞാല്? Such unions are a step up in such an atmosphere with the employee and the employer. Employee-employer relations are harmonious. These unions influence in collective bargaining with the employers in order to safeguard the interest of the employees. The emphasis is laid on craft rather than class. These union give greater preference to those negotiations and settlements which are voluntary instead of those which are reluctant in nature. എന്താണ് ബിസിനസ് യൂണിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഒരു എംപ്ലോയി റിലേഷൻഷിപ്പ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് അവിടെയുള്ളത്. ഓക്കെ, നമ്മൾ പറഞ്ഞു അല്ലെ, എംപ്ലോയർ ആൻഡ് എംപ്ലോയി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന അറ്റ്മോസ്ഫിയർ ആണ് ബിസിനസ് യൂണിയനിലുള്ളത്. ഇനി ജീവനക്കാരുടെ ഇൻട്രസ്റ്റ് അത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ യൂണിയനുകള് തൊഴിലുടമകളുമായിട്ട് കൂട്ടായ ഒരു നെഗോഷിയേഷൻ, അതായത് ചർച്ചയിൽ ഏർപ്പെടുന്നുണ്ട്. അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? എംപ്ലോയീസിന്റെ ഒരു ഇൻട്രസ്റ്റ് നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോവുക അല്ലെങ്കിൽ സംരക്ഷിക്കുക എന്നതാണ് അല്ലെ. അതിനു വേണ്ടിയിട്ട് മാനേജ്മെന്റിനോട് അല്ലെങ്കിൽ എംപ്ലോയീസിനോട് നിരന്തരം ഇങ്ങനെ ചർച്ചകളിൽ അവർ ഏർപ്പെടുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് ക്ലാസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർഗത്തേക്കാള് കരകൗശലത്തിനാണ് ഇവര് ഊന്നല് നൽകുന്നത്, ക്രാഫ്റ്റിനാണ് ഊന്നല് കൊടുക്കുന്നത്, എംഫസൈസ് കൊടുക്കുന്നത്. ഈ യൂണിയനുകള് സ്വാഭാവികമായും വിമുഖതയുള്ളവർക്ക് പകരം സ്വമേധ്യ ഉള്ള ചർച്ചകൾക്കും ഒത്തുതീർപ്പുകൾക്കും കൂടുതൽ മുൻഗണന കൊടുക്കുന്നത്. സ്വമേധ്യ അവരെന്ത് ചെയ്യുന്നുണ്ട്? ഈ എംപ്ലോയീസിന് വേണ്ടിയിട്ട് അവര് ഈ എന്താണ് ഈ എംപ്ലോയർമാരോട് അല്ലെങ്കിൽ മാനേജേഴ്സിനോട് നിരന്തരമായിട്ടുള്ള ചർച്ചകൾ അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? എംപ്ലോയീസിന്റെ ഇൻട്രസ്റ്റ് സംരക്ഷിക്കുക എന്നതാണ്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ തുടർന്നു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു നെഗോഷിയേഷൻ ചർച്ചകൾ നടത്തുന്നുണ്ട്. അതാണ് ബിസിനസ് യൂണിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ്. അപ്പൊ ബിസിനസ് യൂണിയനിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് എന്താണ്? ക്ലാസിനേക്കാൾ എന്താണ്? ക്രാഫ്റ്റ് ആണ് അവര് ഒരു പ്രാധാന്യം അല്ലെങ്കിൽ ഊന്നല് കൊടുക്കുന്നത് കേട്ടോ. അതും കൂടി ഒന്ന് ഓർത്ത് വെക്കാം. ഇനി ഫ്രണ്ട്ലി ഓർ അപ്ലിഫ്റ്റ് യൂണിയൻ.
This union work with the intent to uplift the employees morally, socially, and intellectually. Such unions focus on welfare concerns of employees like health insurance, education, and other benefits. These unions are much more concerned about the interest of employees instead of being crafted and conscious. These unions inspire the workers for cooperative enterprises and profit sharing along with the collective bargaining and mutual insurance. Okay, അപ്പൊ എന്താണ് ഫ്രണ്ട്ലി യൂണിയനിൽ പറയുന്നത്? ജീവനക്കാരുടെ ഉന്നമനം, അപ്ലിറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഉന്നമനത്തിന് വേണ്ടി അല്ലെ, ഉന്നമനം എന്ന ലക്ഷ്യത്തോടെയാണ് ഈ യൂണിയനുകൾ പ്രവർത്തിക്കുന്നത്. ജീവനക്കാരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ഈ യൂണിയൻ അല്ലെങ്കിൽ ഫ്രണ്ട്ലി യൂണിയൻ പ്രവർത്തിക്കുന്നത്. ധാർമ്മികമായും സാമൂഹികമായും അതുപോലെ തന്നെ ഭൗതികമായിട്ടും എന്താണ് അവര് മുന്നേറണം അല്ലെങ്കിൽ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ഇത്. എംപ്ലോയീസിന് എന്താണ് ധാർമ്മികമായിട്ടുള്ള ഉന്നമനം വേണം, സാമൂഹികമായിട്ട് വേണം, അതുപോലെ തന്നെ ഭൗതികമായിട്ടും വേണം എന്നാണ് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ആരോഗ്യം, ഇൻഷുറൻസ്, വിദ്യാഭ്യാസം, മറ്റു അനുകൂലങ്ങൾ തുടങ്ങിയ ജീവനക്കാരുടെ ക്ഷേമ ആശങ്കയിലാണ് ഇത്തരം യൂണിയനുകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അവർക്ക് എന്തൊക്കെ വേണം? ആരോഗ്യപരമായിട്ട്, അതുപോലെ തന്നെ ഇൻഷുറൻസ്, അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായിട്ടുള്ള എഡ്യൂക്കേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ യൂണിയൻ നിലകൊള്ളുന്നത്. കരകൗശല ബോധവാന്മാരുള്ള അത്തരത്തിലുള്ള ക്രാഫ്റ്റിനേക്കാള് ജീവനക്കാരുടെ ക്ഷേമത്തിലാണ് ഈ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. മറ്റു ബിസിനസിന്റെ പറഞ്ഞത് എന്താണ്? ക്രാഫ്റ്റിലാണ് അവർ ഊന്നൽ കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇതില് ഈ ഫ്രണ്ട്ലി യൂണിയനിൽ പറയുന്നത് ക്രാഫ്റ്റിനേക്കാൾ അവരെ എന്താണെന്ന് പറയുന്നത് എംപ്ലോയീസിന്റെ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടാണ് അവർ കൂടുതൽ എംഫസൈസ് കൊടുക്കുന്നത്. പിന്നെന്താണ്? കൂട്ടായ വ്യാവേശത്തിനും പരസ്പര ഇൻഷുറൻസിനും ഒപ്പം സഹകരണ സംഭരണങ്ങൾക്കും ലാഭം പങ്കിടലിനും ഈ യൂണിയനുകൾ തൊഴിലാളികളെ പ്രചോദിപ്പിക്കുന്നുണ്ട്. എന്താണ്? ഏറ്റവും അവരുടെ ഇൻട്രസ്റ്റ് മെയിൻ ആയിട്ടുള്ള ലക്ഷ്യമാണ്. അതുപോലെ തന്നെ അവർക്ക് എന്താണ്? അവർക്ക് പ്രോഫിറ്റ് നേടിക്കൊടുക്കുക, അതുപോലെ തന്നെ എന്താണ് പരസ്പരമായിട്ടുള്ള എന്താണ് ഒരു അവർക്ക് സാലറിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള്, അതുപോലെ തന്നെ അവർക്ക് ഇൻഷുറൻസ്, അങ്ങനെയുള്ള ആനുകൂല്യങ്ങള്, അതുപോലെ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അതുപോലെ ഇപ്പൊ ലാഭം ഉണ്ടെങ്കിൽ, ഇപ്പോ ഓർഗനൈസേഷനിൽ കൂടുതൽ ലാഭം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും എംപ്ലോയീസിന് ഒരു ഭാഗമായിട്ട് അവര് പ്രൊവൈഡ് ചെയ്യാറുണ്ട് അല്ലെ. ലാഭം എല്ലാവർക്കുമായിട്ട് തുല്യമായിട്ട് വീതിക്കാറുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ ഊന്നൽ ആര് കൊടുക്കുന്നുണ്ട്? ഈ ഫ്രണ്ട്ലി യൂണിയൻ കൊടുക്കുന്നുണ്ട്. മറ്റതിൽ പറഞ്ഞത് എന്താണ്? ക്രാഫ്റ്റിനാണ്. ഓക്കെ, ബാക്കി ഈ ഫ്രണ്ട്ലിക്ക് നമ്മൾ എന്താ പറഞ്ഞത്? ഫ്രണ്ട്ലി യൂണിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഫിറ്റുമായിട്ട് ബന്ധപ്പെട്ടും അവർ കൂടുതൽ ഇൻട്രസ്റ്റ് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും, അതുപോലെ ഇൻഷുറൻസ്, ആരോഗ്യം, എഡ്യൂക്കേഷൻ, അതിനൊക്കെയാണ് അവർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. മനസ്സിലായോ? ഒന്ന് വായിച്ചോക്കെ. റിഫോമിസ്റ്റ് യൂണിയൻ, അതിന്റെ സബ് ഗ്രൂപ്പ്സുകൾ വായിച്ചു നോക്കാം കേട്ടോ. ബാക്കി നെക്സ്റ്റ് ക്ലാസ് എടുക്കാം. വെള്ളിയാഴ്ച മിസ്സായിരിക്കും കേട്ടോ. ക്ലിയർ ആണോ? റിഫോമിസ്റ്റ് യൂണിയൻ ഓക്കെ അല്ലേ? ജസ്റ്റ് ഒന്ന് അതിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഓക്കെ ആണോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. റിവിഷൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം കേട്ടോ. 6ാം തീയതി എക്സാം ആണെന്നുള്ളത് ഓർത്താ പഠിച്ചു തുടങ്ങാം. ഓക്കെ, കിട്ടുന്ന ടൈം കളയാതെ പഠിച്ചു തുടങ്ങാം കേട്ടോ. ഓക്കെ, താങ്ക് യു.